Hello, dears. നമ്മൾ ഇന്നൊരു ഇമ്പോർട്ടൻറ്റ് പോയം ഐ യൂണിവേഴ്സ് ഓഫ് ആറ്റംസ് ആൻഡ് ആറ്റം ഇൻ ദ യൂണിവേഴ്സ് എന്നുള്ളൊരു പോയം. സോ ഇതിലൂടെ പറയുന്നത് നമ്മൾ യൂണിവേഴ്സുമായിട്ട് ഡീപ്ലി കണക്റ്റഡ് ആണ്, ആറ്റംസുമായിട്ട് ഡീപ്ലി കണക്റ്റഡ് ആണ്. ഓക്കെ, ഈ യൂണിവേഴ്സിലുള്ള ആറ്റംസ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്റ്റാറിലുള്ള ആറ്റംസ്, സ്റ്റാർ എക്സ്പ്ലോഡ് ചെയ്തപ്പം അല്ലെങ്കിൽ നക്ഷത്ര വിസ്ഫോടനം നടന്നപ്പം അതിലുള്ള ആറ്റംസ് ഒക്കെ ഭൂമിയിലേക്ക് സ്കാറ്റർ ചെയ്തു. ആ സ്കാറ്റർ ചെയ്ത ആറ്റംസ് ഒക്കെ ഹൈഡ്രജൻ ആയിക്കോട്ടെ, ഓക്സിജൻ ആയിക്കോട്ടെ, ഹീലിയം ആയിക്കോട്ടെ, അങ്ങനെ കുറേ ആറ്റംസ് അത് എന്ത് ചെയ്യുന്നു, അതൊക്കെ മനുഷ്യ ശരീരത്തിലുമുണ്ട്. അങ്ങനെ അതിലുള്ള ആറ്റംസ് ഇപ്പോൾ സ്റ്റാറും മനുഷ്യനും കണക്റ്റഡ് ആണ്, അതുപോലെ തന്നെ സ്കൈയും മനുഷ്യനും കണക്റ്റഡ് ആണ്, അതുപോലെ സിയും മനുഷ്യനും കണക്റ്റഡ് ആണ്. സിയിലുള്ള H2O അല്ലെ, ഹൈഡ്രജനും ഓക്സിജനും ചേർന്നുകൊണ്ട് വെള്ളം ഉണ്ടാവുന്നു, അത് മനുഷ്യ ശരീരത്തിലുണ്ട്. അതുപോലെ തന്നെ അതിലുള്ള അതായത് സിയിലുള്ള NaCl, അതായത് സോഡിയം ക്ലോറൈഡ്, ഉപ്പ് രസങ്ങൾ, അതുപോലെ തന്നെ അത് കൺസ്യൂം ചെയ്യുന്ന ഫിഷസിനെ നമ്മൾ കഴിക്കുന്നു. അതിലൂടെ നമ്മളും ആ ഒരു സിയുടെ ഭാഗമാണ്. സോ നമ്മളൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു എൻറ്റിറ്റിയാണ് നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്നത്. സോ ആ ഒരു ഒപ്റ്റിമിസം കൊണ്ടുവരികയാണ് അദ്ദേഹം. അതായത് നമ്മൾ സ്റ്റാറിൽ നിന്നും വളരെ അകലെയാണെങ്കിലും, അതായത് നക്ഷത്രത്തിൽ നിന്നും വളരെ അകലെയാണെങ്കിലും, നമ്മൾ അതിലുള്ള ആറ്റംസ് തന്നെയാണ് നമ്മളിലും ഉള്ളത്. അതുകൊണ്ട് നമ്മൾ പവർഫുൾ ആണ്, നമ്മൾ എന്തിനും കെൽപ്പുള്ളവരാണ് എന്നുള്ളൊരു ഒപ്റ്റിമിസം അദ്ദേഹം കൊണ്ടുവരാണ്. പക്ഷേ എന്താണ്, നമ്മൾ അതിൻ്റെ ഭാഗമാണെങ്കിലും നമ്മൾ അതിലെ ചെറിയ ഒരു കണികയുമാണ് എന്ന് അദ്ദേഹം പറയുന്നു. മീൻസ് ഇതിൻ്റെയൊക്കെ ഒരു അംശമാണ് നമ്മൾ എന്നുള്ള രീതിയിലും അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരേ സമയം നമുക്ക് അതിനെക്കുറിച്ച് എന്ത് ചെയ്യാം, അഭിമാന പുളകിതരാവാം. ഓക്കെ, ആ സ്റ്റാർസിലുള്ള എല്ലാ കാര്യം നമ്മളതിലുണ്ട്, അല്ലെങ്കിൽ സ്കൈയിലുള്ള, അതുപോലെ സിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളിലും ഉണ്ട്, മനുഷ്യരിലും ഉണ്ട് എന്നോർത്ത് നമുക്ക് അഭിമാനിക്കാം. പക്ഷെ അതേ സമയം തന്നെ നമ്മൾ വിനയാന്വിതരാവണം. ഓക്കെ, നമ്മൾ ആ ഒരു യൂണിവേഴ്സിലെ ഒരു ചെറിയൊരു പാർട്ട് മാത്രമാണ് എന്നുള്ള ഒരു ടൈറ്റിൽ ആർ സിഗ്നിഫിക്കൻസ് ആൻ ആറ്റം ഇൻ ദ യൂണിവേഴ്സ് എന്നുള്ള ഒരു ഇത്. ഓക്കെ, ഒരേ സമയം നമ്മളെ പുകഴ്ത്തുന്നു, അതേ സമയം തന്നെ നമ്മളൊന്ന് ഇകഴ്ത്തല്ല, ഒന്ന് താഴ്ത്തല്ല, പക്ഷേ എന്താണ്, അതിലെ ഒരു ചെറിയൊരു ജീവിയാണ് നമ്മൾ എന്നുള്ള ഒരു രീതിയിൽ എന്താണ് നമുക്ക് അഭിമാനിക്കാം, പക്ഷെ അഹങ്കരിക്കരുത് എന്നുള്ളൊരു കാര്യം അദ്ദേഹം ഇവിടെ പറഞ്ഞു തരും. ഒരു മോറൽ ലെസൺ ആണ്, ശരിക്കും ഒരു ഗുണപാഠമാണ് ഇതിലൂടെ നമ്മളുടെ അദ്ദേഹം പറഞ്ഞു തരുന്നത്. റിച്ചർഡ് ഫെയ്മാൻ, എ പോം ബൈ റിച്ചർഡ് ഫെയ്മാൻ. ഫസ്റ്റ് പോയിന്റ് നോക്കാം. അമേരിക്കൻ ഫിസിസിസ്റ്റ്. ഓക്കെ, അദ്ദേഹം ഒരു അമേരിക്കൻ ഫിസിസിസ്റ്റ് ആയിരുന്നു. ഇറ്റ് പിക്ചേഴ്സ് യൂണിറ്റി ഓഫ് ഓൾ ബീയിങ്സ്, അതായത് എല്ലാറ്റിൻ്റെയും യൂണിറ്റി, ഒരു അഖണ്ഡത. ഓക്കെ, അതായത് എല്ലാം കണക്റ്റഡ് ആണ്. ഓൾ തിങ്സ് ഇൻ ദ യൂണിവേഴ്സ് ആർ കണക്റ്റഡ് എന്നുള്ള ഒരു മീനിങ്. നെക്സ്റ്റ് പോയിന്റ്, ദ പോയിറ്റ് വാസ് വാച്ചിങ് ദ വേവ്സ് അറ്റ് ദ സീഷോർ വിത്ത് വണ്ടർ ഓഫ് നേച്ചർ. അപ്പം ഇത് പോയം സെറ്റ് ചെയ്തിരിക്കുന്നത് സീഷോറിലാണ്, ഒരു കടൽ തീരത്ത്. ഈ കടൽ തീരത്ത് നിന്നും അദ്ദേഹം വേവ്സിനെ വാച്ച് ചെയ്യാണ്. ഓക്കെ, വേവ്സിനെ വാച്ച് ചെയ്യുമ്പം, തിരമാലകളെ വാച്ച് ചെയ്യുമ്പം അദ്ദേഹത്തിന് മനസ്സിലാവുന്നത്, തിരകളൊക്കെ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ അതിന് പവർ ഉണ്ടാവില്ല. അത് കൂട്ടമായിട്ട് വരുമ്പം എന്താണ്, നല്ല പവർഫുള്ളാണ് അത്. അതുപോലെയാണ് മനുഷ്യരും. ഒറ്റയ്ക്ക് നിൽക്കുമ്പം അതിനൊരു പവർലെസ് ആയിരിക്കും. പക്ഷേ യൂണിറ്റി ആവുമ്പം എന്തുണ്ടാവും, നല്ല പവറോട് കൂടി. ഓക്കെ, ആറ്റംസ് മോളിക്യൂൾസ് ആവുന്നത് പോലെ. ഓക്കെ, ആറ്റംസ് മോളിക്യൂൾസ് ആവുക മീൻസ് അല്ലെ, തന്മാത്രകളാവുന്നത് പോലെ. തന്മാത്രകൾ അറിയാം. ഓക്കെ, അതായത് ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഒരു ആറ്റമാണ്, ഓക്സിജൻ എന്ന് പറയുന്നത് ആറ്റമാണ്. അപ്പോൾ അത് തന്മാത്ര ആവുമ്പം, അതായത് H2O എന്നാവുമ്പോൾ അത് വാട്ടർ ആയിട്ട് മാറുന്നു എന്നുള്ളത്. സോ നമ്മൾ യുണൈറ്റ് ആയിട്ട് നിന്നാൽ എന്തുണ്ടാവും, നല്ല പവറായിട്ട് നമ്മൾ വരും എന്നുള്ളത്. സോ നെക്സ്റ്റ് പോയിന്റ്, നാലാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്ലൈഡിൽ, ദർ ആർ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ഇൻ ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിയിലും എന്തുണ്ട്, മോളിക്യൂൾസും ആറ്റംസും ഉണ്ട്. ഓക്കെ, വൺസ് ഇറ്റ് വാസ് പാർട്ട് ഓഫ് സ്റ്റാർസ്. നമ്മൾ നേരത്തെ പറഞ്ഞു അത് നക്ഷത്രങ്ങളുടെ ഭാഗമായിരുന്നു പണ്ട്. ആഫ്റ്റർ സൂപ്പർനോവ എക്സ്പ്ലോഷൻ, അത് എക്സ്പ്ലോഡ് ചെയ്താരെ ഇറ്റ് സ്കാറ്റേർഡ് ഇൻ ടു എർത്ത് ആൻഡ് ഹെൻസ് ഹ്യൂമൻസ് കൺസ്യൂംഡ് ഇറ്റ്. അത് ഭൂമിയിലേക്ക് ചിതറുകയും അത് മനുഷ്യൻ കൺസ്യൂം ചെയ്യുകയും ചെയ്തു. സോ വി ആർ നോട്ട് സെപ്പറേറ്റ് ഫ്രം സ്റ്റാർസ്. അതുകൊണ്ട് തന്നെ സ്റ്റാർസിൽ നിന്ന് നമ്മൾ ഒരുപാട് അകലെയാണെങ്കിലും, ബൈ ഡിസ്റ്റൻസ് മില്യൺ കണക്കിന് കിലോമീറ്റർ അകലെയാണെങ്കിലും നമ്മൾ അതുമായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, അതിലുള്ള കാര്യങ്ങൾ നമ്മളിലുണ്ട് എന്നുള്ള, വി ആർ പാർട്ട് ഓഫ് ഇറ്റ്. നമ്മളെന്താണ്, അതിൻ്റെ ഒരു ഭാഗമാണ്. ഹ്യൂമൻസ് ഹാവ് സച്ച് സ്ട്രോങ് പൊട്ടൻഷ്യൽ. എന്തുണ്ട്, മനുഷ്യന് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്, നല്ല കഴിവുണ്ട്. ഓക്കെ,
ഹ്യൂമൻസ് ആർ ഓൾസോ പാർട്ട് ഓഫ് സീ, പ്ലാന്റ്സ് ആൻഡ് അതർ ക്രീച്ചേഴ്സ് അല്ലെ. പ്ലാന്റ്സിലുള്ള ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഇതൊക്കെ മനുഷ്യനും കൺസ്യൂം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാന്റ്സിന്റെ ഭാഗമാണ്, കടലിന്റെ ഭാഗമാണ്, ഈ യൂണിവേഴ്സിന്റെ ഭാഗമാണ്, സ്റ്റാർസിന്റെ ഭാഗം. ദി ആറ്റംസ് ലൈക്ക് ഹൈഡ്രജൻ, ഓക്സിജൻ, സോഡിയം, ക്ലോറിൻ ആർ പ്രസന്റ് ഇൻ ഹ്യൂമൻ ഓൾസോ. ഓക്കെ, അതായത് ഹൈഡ്രജൻ, ഓക്സിജൻ, സോഡിയം, ക്ലോറിൻ ഇതൊക്കെ എന്താണ് മനുഷ്യരിലുമുണ്ട്. ദ ഹീറ്റ് എനർജി ഫ്രം ദ സൺ പുഷസ് സീ വേവ്സ്. നമുക്കറിയാം ഹീറ്റ് എനർജി സണ്ണും അതുപോലെ വേവ്സും എങ്ങനെ കണക്ട് ചെയ്തു എന്നതാണ് അടുത്തതായിട്ട് പറയുന്നത്. അതായത് ഈ ഒരു ഹീറ്റ് എനർജിയാണ്, അതായത് സണ്ണിൽ നിന്നുള്ള ഒരു ഹീറ്റ് എനർജിയാണ് എന്ത് ചെയ്യുന്നത്, കാറ്റുണ്ടാക്കുന്നത്. ഈ കാറ്റ് എന്ത് ചെയ്യുന്നു, സീ വേവ്സിനെ തള്ളുന്നു, പുഷ് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, ഹീറ്റ് എനർജി എന്ത് ചെയ്യുന്നു, സണ്ണിൽ നിന്നുള്ള ഒരു ഹീറ്റ് എനർജി കാറ്റുണ്ടാക്കുകയും അതായത് വിൻഡ് ഉണ്ടാക്കുകയും ആ വിൻഡ് എന്താണ് സീ വേവ്സിനെ തള്ളുകയും ചെയ്യുന്നു, പുഷ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ അത് ഓളമായിട്ട് വേവ്സ് പോകുന്നു എന്നുള്ളത്. സോ സീയും പിന്നെ സണ്ണും എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. സോ ദർ ഈസ് എ ഡൈനാമിക് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ സീ ആൻഡ് സൺ. അതായത് കടലും അതുപോലെ തന്നെ സൂര്യനും തമ്മിലുള്ള ഒരു ഡൈനാമിക് ഇൻട്രാക്ഷൻ. ഓക്കെ, ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഓക്കെ, വളരെ ബൃഹത്തായിട്ടുള്ള ഒന്നാണ്. സോ ദോ മൈൽസ് അപ്പാർട്ട്, നമ്മൾ വളരെ ദൂരെയാണെങ്കിലും ബൈ ഡിസ്റ്റൻസ് നമ്മൾ മൈലുകൾ അകലെയാണെങ്കിലും എവറിത്തിങ് ഇൻ ദ യൂണിവേഴ്സ് ആർ ബേസിക്കലി ഇന്റർ റിലേറ്റഡ്. ഈ യൂണിവേഴ്സിലുള്ള എല്ലാ കാര്യങ്ങളും പരസ്പര പൂരകമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ആൻഡ് ആർ മെയ്ഡ് ഓഫ് സെയിം പാർട്ടിക്കിൾസ് ഓഫ് DNA ആൻഡ് പ്രോട്ടീൻ. ഓക്കെ, എല്ലാ ഒബ്ജക്റ്റുകളും മീൻസ് ഓൾമോസ്റ്റ് ഒബ്ജക്റ്റുകളൊക്കെ DNA ആൻഡ് പ്രോട്ടീൻ മീൻസ് സർവ്വചരാചരങ്ങളിലും ഉള്ള DNA, പ്രോട്ടീൻ ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ് അല്ലെ. മൃഗങ്ങൾ ഇതൊക്കെ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ, ആനിമൽസിനെ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ അതിലെ DNA, പ്രോട്ടീൻ നമ്മളിലേക്ക് പകരുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നു. സോ നമ്മൾ എന്താണ്, യൂണിവേഴ്സിൽ നിന്നും ഒരിക്കലും സെപ്പറേറ്റ് അല്ല, നമ്മളൊക്കെ ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. ദി ആറ്റംസ് ആർ പേഴ്സോണിഫൈഡ് ഹാവിങ് കോൺഷ്യസ്നെസ്. അപ്പോൾ അദ്ദേഹം ഇനി ആറ്റത്തിനെ പുകഴ്ത്താണ്. ഓക്കെ, ഈ ആറ്റങ്ങളെ പുകഴ്ത്താണ്. എന്താണ്, അവർക്കൊരു പേഴ്സോണിഫിക്കേഷൻ കൊടുക്കുകയാണ്. നേരത്തെ മുന്നത്തെ ചാപ്റ്ററിൽ വാട്ടറിന് പേഴ്സോണിഫിക്കേഷൻ കൊടുത്തതുപോലെ ഇവിടെ എന്താണ്, ആറ്റംസിന് ചിന്തിക്കാനുള്ള ഒരു കഴിവ്, കോൺഷ്യസ്നെസ് ഉണ്ട്. ഓക്കെ, നമ്മൾ ടുഗദർനെസ് ക്രിയേറ്റ്സ് സിനർജി. സിനർജി എന്ന് പറഞ്ഞാൽ എനർജിയുടെ ഒരു അതായത് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്, ഊർജം. അത് സിനർജി ആവുന്നത് പിന്നെ ഒരുപാട് എനർജി ഉണ്ടാകുമ്പോഴാണ്. ഓക്കെ, ഒരുപാട് എനർജി, അതായത് ഒരുപാട് ആളുകളുടെ എനർജി ഉണ്ടാകുമ്പോൾ അത് സിനർജി ആയിട്ട് മാറും. ഓക്കെ, കളക്റ്റീവ് എനർജിനെയാണ് നമ്മൾ സിനർജി എന്ന് പറയുക. ദ പോം ഓൾസോ ടീച്ചേഴ്സ് അസ് ടു ബി ഹംബിൾ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം, ആളുകളോട് അതുപോലെ തന്നെ ഏർത്തിനോട് നമ്മൾ ഹംബിൾ ആവണം, വളരെ വിനയപൂർവ്വം പെരുമാറണം. ആൻഡ് പ്രൗഡ് ബീങ് എ ടൈനി പാർട്ട് ഓഫ് യൂണിവേഴ്സ്. അതേസമയം നമുക്ക് എന്ത് ചെയ്യാം, അഭിമാനപുളകിതരാവാം, ബീങ് എ ടൈനി പാർട്ട് ഓഫ് യൂണിവേഴ്സ്. ഈ യൂണിവേഴ്സിന്റെ ഒരു ഭാഗമായതിൽ, ഒരു ചെറിയ ഭാഗമായതിൽ നമുക്ക് എന്ത് ചെയ്യാം, അഭിമാനിക്കാം എന്നുള്ള പറഞ്ഞത്. സോ ദിസ് ഓൾ അബൌട്ട് ദി ചാപ്റ്റർ.